ജനങ്ങൾ നൽകിയ അധികാരങ്ങൾ ഒഴിഞ്ഞ് സാധാരണക്കാരനായി നിയമ നടപടികളെ നേരിടാനുള്ള ആർജവമാണ് രാഷ്ട്രീയ ധാർമ്മികത. എതിരാളികളുടെ രാഷ്ട്രീയ ധാർമ്മികത ചോദ്യം ചെയ്യാറുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം കാര്യത്തിൽ മാതൃക കാണിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇടനാഴികളിൽ നിലനിന്നിരുന്ന അടക്കം പറച്ചിലുകൾ ആദ്യമായി പുറത്തേക്കെത്തിയത് യുവനടിയുടെ തുറന്നു പറച്ചിലിലൂടെ. പിന്നാലെ പരാതി പ്രവാഹം. ആദ്യ ആരോപണങ്ങളെയെല്ലാം രാഹുൽ കൂസലില്ലാതെ നേരിട്ടു. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? കേവലം ഫ്ലർട്ടിങ്ങിനപ്പുറം യുവനേതാവിന്റെ മനോഭാവത്തിലെ മനുഷ്യത്വ വിരുദ്ധത പുറത്തായത് ശബ്ദരേഖകളിലൂടെ. പ്രണയം നടിച്ച് ഗർഭിണിയാക്കിയ യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാക്കുകളിൽ മുറ്റി നിന്നത് വേട്ടക്കാരന്റെ നിർവികാരത. എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എനിക്ക് തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്ന് താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ കൊന്നിട്ട്? നിർമ്മിത ബുദ്ധിയുടെ കാലമല്ലേ എന്ന ചോദ്യത്തിലൂടെ തെളിവുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുകയാണ് രാഹുൽ ചെയ്തത്. എന്നാൽ ജാമ്യാപേക്ഷകളിൽ പോലും ശബ്ദരേഖയെ വസ്തുനിഷ്ഠമായി നിഷേധിക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല. സമാനമായ 3 കേസുകളാണ് രാഹുലിനെതിരെ നിലവിലുള്ളത്. പ്രണയം നടിച്ച് അടുക്കുക, പിന്നെ വിവാഹ വാഗ്ദാനം, കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുക, ബലാത്സംഗം ചെയ്യുക, ഒടുവിൽ ക്രൂരമായി കൈയൊഴിയുക. ഭയന്നും സ്വയം ശപിച്ചും ഏകാന്തതയുടെ തടവിൽ കഴിഞ്ഞ യുവതികളാണ് രാഹുലിനെതിരെ രംഗത്തെത്തിയത്. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്നാണ് ജാമ്യം തേടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. അപരിചിതരോട് പോലും പറയാൻ കഴിയാത്തത്ര ക്രൂരമായി എങ്ങനെയാണ് ഒരിക്കൽ പ്രണയത്തിലായിരുന്നയാളോട് സംസാരിക്കാൻ കഴിയുക? മാനസിക സംഘർഷത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ വാക്കുകൾ കൊണ്ട് എത്ര വട്ടമാണ് മുറിവേൽപ്പിച്ചത്? അധികാരത്തെ മുൻനിർത്തി ലൈംഗികാതിക്രമം നടത്തുന്നത് ബലാത്സംഗം തന്നെയാണെന്ന് രാഹുലിന് അറിയാത്തതാവില്ല. മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്ന രാഷ്ട്രീയ ശരികേടിനെക്കുറിച്ചും യുവനേതാവിന് അറിയാഞ്ഞിട്ടല്ല. എല്ലായിടത്തും പറയുന്നവരാണ്. ഐ ഡോണ്ട് കെയർ. ഹൂ കെയർ? പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ്. കോടതിക്ക് പുറത്ത് രാഹുൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയെന്നാണ്. പക്ഷേ അതിലും രാഹുലിന് പിഴച്ചു. രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, പണ്ട് ഒരേ പാളയത്തിലായിരുന്നവർ തന്നെ രാഹുലിനെ തള്ളിപ്പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടവരിൽ കോൺഗ്രസിലെ വനിതകളുണ്ട്. രാഹുൽ മോശം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസിലെ വനിതകൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. രാഹുലിനെ അടുത്തറിയുന്ന, വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച VD സതീശനാണ് വിഷയത്തിൽ ആദ്യാവസാനം ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാക്കളിലൊരാൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയത് കുറ്റക്കാരനെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. സ്വന്തം പാർട്ടിയെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ജനസമിതി അവകാശപ്പെടുന്നത് അർത്ഥശൂന്യമാണ്. ആദ്യ 2 കേസുകളിൽ ഒളിവിൽ പോയപ്പോൾ പോലീസിൽ നിന്ന് രാഹുലിന് വിവരങ്ങൾ ചോർന്നുകിട്ടിയെന്ന ആരോപണവും ശക്തമാണ്. പാർട്ടിക്ക് പുറത്തായെങ്കിലും രാഹുലിനോട് സൗഹൃദമുള്ള നിരവധി പേർ ഇന്നും അധികാര കേന്ദ്രങ്ങളിലുണ്ട്. അതുകൊണ്ടുതന്നെ രാഹുൽ MLA സ്ഥാനത്തു നിന്നു മാറി നിന്ന് നിയമ നടപടി നേരിടണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നു. M. മുകേഷ് രാജിവെച്ചില്ലല്ലോ എന്ന മറുചോദ്യം കൊണ്ട് ശരികേടുകളെ സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയയാളെ പൂമാലയിട്ട് സ്വീകരിച്ച സംഘടനകളുടെ പിന്തുണ ഇനിയും ലഭിച്ചേക്കാം. അങ്ങനെ കസേരയിൽ കടിച്ചു തൂങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.